Good evening, sir. Good evening, good evening, good evening. എല്ലാവർക്കും കേൾക്കത്തില്ലേ? വീഡിയോ ഒക്കെ അൺമ്യൂട്ട് ചെയ്തിട്ടിരിക്കണേ. നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കിയിരിക്കണം കേട്ടോ. ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മുടെ കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ പ്രാക്ടീസ് നിങ്ങൾ ചെയ്തതല്ലേ? നിങ്ങൾ ചെയ്തല്ലേ? കഴിഞ്ഞ ദിവസം ചെയ്തല്ലായിരുന്നോ? ചെയ്തു. എന്നിട്ട് എന്തെങ്കിലും ഓക്കെ. എന്നിട്ട് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടോ? നിങ്ങളുടെ ലാംഗ്വേജിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റം ഉണ്ടോ? നമുക്ക് ഓക്കെ. അപ്പൊ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ്സ് വരണം, ഒത്തിരി മാറ്റങ്ങളൊക്കെ ലാംഗ്വേജിൽ വരണ്ടേ, ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്നതിലൊക്കെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇന്നെന്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഇത് നിങ്ങൾ പറഞ്ഞതാണോ? നിങ്ങൾ കോൺവെർസേഷൻ ഇത് പറഞ്ഞതാണോ? ഫുഡിനെ കുറിച്ച്? ഓക്കെ. നിങ്ങൾ ഫാമിലിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ഫുഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ പേര് പറയുന്നവരാണ് ഇത് പറയണ്ട കേട്ടോ. ഞാൻ പേര് പറയാം, എല്ലാവരും ചാടിക്കറി പറയണ്ട. ഞാൻ പേര് പറയാം, പേര് പറയുന്നവർ മാത്രം പറഞ്ഞാൽ മതി. അതിനു മുമ്പ് നോക്കണം ഫുഡിനെ കുറിച്ച്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ ഓഫൺ ഡു യു ഈറ്റ് ഔട്ട് ആൻഡ് ഹു ഡു യു ഗോ വിത്ത്? അത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അതിന്റെ ആൻസർ, ഐ ഓഫൺ ഈറ്റ് ഔട്ട് ഓൺ വീക്കെൻഡ്സ് വെൻ ഐ ഹാങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. സാറേ ഒന്നും തിരിയുന്നില്ല, സ്ക്രീന് കാണുന്നില്ല. എന്നെ സ്ക്രീനിൽ കാണുന്നില്ലേ? കാണുന്നില്ല? കാണുന്നുണ്ട്. ആ കാണാലോ. എനിക്ക് എല്ലാരെയും കാണാലോ, നിങ്ങളെല്ലാം കാണാലോ. ഓക്കെ. ഞാൻ പേര് പറയാം. അപ്പൊ ആ പേര് പറയുന്ന രണ്ടുപേര് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവര് പറയണ്ട കേട്ടോ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെയ്യുന്നതല്ലേ. ഓക്കെ. നമുക്ക് ഓർഡറിൽ തന്നെ പോവാം. നക്ഷത്രയുണ്ടോ? നക്ഷത്രക്ക് കേൾക്കാവോ? ഓക്കെ. നക്ഷത്രയും നോയൽ. നക്ഷത്രയും നോയലും ഇല്ലേ? കേൾക്കുന്നില്ലേ? ആ ഓക്കെ. നക്ഷത്ര ക്വസ്റ്റ്യൻ പറഞ്ഞോ, നോയൽ അതിന്റെ ആൻസർ പറഞ്ഞോളൂ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ. How often do you eat out? Who do you go with? ഓക്കെ. നോയൽ അവിടെ ഉണ്ടോ? നോയൽ അവിടെ ഇല്ല, കേൾക്കുന്നില്ലായിരിക്കും. ഓക്കെ. അഭിനവ്. അഭിനവ്, യെസ്. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നക്ഷത്ര ചോദ്യം ചോദിക്കും, അപ്പൊ അഭിനവ് വേണം ആൻസർ പറയണ്ടേ കേട്ടോ. ഓക്കെ അല്ലേ? അഭിനവ് കേൾക്കത്തില്ലേ? സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ലേ? അഭിനവ് സ്ക്രീൻ കാണുന്നില്ലേ? കാണാം സാർ. ഓക്കെ. നമ്മൾ അഭിനവ് വെയിറ്റ് ചെയ്യാം. നോക്കാലോ. ആർക്കാ കാണാവുന്ന? അഭിനവ്. ഓക്കെ. അപ്പൊ അഭിനവ് ആൻസർ പറയണം കേട്ടോ. നക്ഷത്ര ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ അഭിനവ് ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ. നമുക്ക് ഒന്നുകൂടെ തുടങ്ങാം. എന്തോ? ഓക്കെ. നക്ഷത്ര ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചോദിക്കും. അവരൊക്കെ കാണും. കുറച്ച് മിനിറ്റ്. നക്ഷത്ര ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറഞ്ഞോ, ചോദിച്ചേ. How often do you eat out? Who do you go with? Okay. Abhinav. I eat out on weekends when I hang out with my friends. Okay. അപ്പൊ അതെങ്ങനെയാ? അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞാൽ, ഹൗ ഓഫൺ ഡു യു ഈറ്റ് ഔട്ട് ആൻഡ് ഹു ഡു യു ഗോ വിത്ത്? നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ആ ചോദ്യം ചോദിക്കുന്ന രീതിയിൽ തന്നെ ചോദിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ആൻസർ പറയുമ്പോഴോ, അഭിനവ് പറഞ്ഞല്ലേ, അഭിനവ് പറഞ്ഞു ഐ ഓഫൺ ഈറ്റ് ഔട്ട് ഓൺ വീക്കെൻഡ്സ് വെൻ ഐ ഹാങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ആൻസർ പറയുമ്പോ ആ ഒരു സ്റ്റൈലിൽ തന്നെ പറയണം കേട്ടോ. ഓക്കെ. നക്ഷത്ര അടുത്ത ചോദ്യം ചോദിച്ചോ. What restaurant do you usually visit? Okay. Well, there are not many restaurants in my neighborhood. So my best
in my neighborhood. So my best choice is the Delhi Hmm. in the Convenient. convenient stores. Convenience stores. Stores like the Circle K, Mini Stop, Bus Star. Be smart. Okay. അപ്പൊ അതെങ്ങനെയാ പറയണ്ടേ? What restaurant do you usually visit? Well, എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തണം. There are not many restaurants in my neighborhood. So my best choice is the Delhi in convenience stores like the Circle K, Mini Stop and Be Smart. Clear ആണെന്നുണ്ടോ അഭിനവിനെ? Clear ആണ് sir. Okay, very good. അപ്പോ നക്ഷത്ര അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോ. What type of food do you enjoy to eat? Western or Asian? I'm Okay. interested in Asian food. I am interested. I am interested in Asian food. Western food is not my thing. Okay. അപ്പം I am interested in Asian food. അവിടെ നിർത്തണം കേട്ടോ. എന്നിട്ട് Western food is not my thing. അപ്പൊ ഞാൻ ക്ലിയർ ആണെന്നുണ്ടോ? Clear ആണ് sir. ഓക്കെ. അപ്പൊ ഞാൻ അടുത്തോട് ചോദിക്കാലോ. വേറെ ഉള്ള നക്ഷത്ര അഭിനവ് അഭിനയത്തിന് കാണാമോ അടുത്ത ക്വസ്റ്റ്യൻ? Yes sir. ഓക്കെ. അഭിനവ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോ. ആദിദേവ് അതിന് ആൻസർ പറഞ്ഞു കേട്ടോ. How much do you usually pay when you eat out? ഓക്കെ. ആദിദേവ് സ്ക്രീൻ കാണുന്നില്ല. ഇല്ല. ഏഞ്ചലിനും കാണുന്നില്ല. അത് ശരി. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നില്ലേ? കാണാം സർ. കാണാം sir. ഓക്കെ. അഭിനീത് ചോദിച്ചു. ശിവാനന്ദ സ്ക്രീൻ കാണാവോ? അഭിനീത് ഓക്കെ. ആദിദേവൻ ഇപ്പൊ സ്ക്രീൻ കാണാവോ? ഇല്ല സർ. ഇല്ല. ഓക്കെ. ആദിദേവിനായി. പിന്നെ അലൻ ജോഷിക്കോ? കാണാം. ഓക്കെ. എന്നാ അലൻ ജോഷി കാണുന്നില്ല. ആരെയാ കാണാത്തത്? ഓക്കെ. അലൻ ജോഷിയും അഭിനീതും സ്റ്റാർട്ട് ചെയ്തോ. അഭിനീത് ക്വസ്റ്റ്യൻ ചോദിക്കേ. അലൻ ജോഷി ആൻസർ It's not very expensive, just around 5 rupees for each meal. ഓക്കെ. Do you enjoy spicy food? Yes, I do. Sorry, Especially on cold. ഓക്കെ. ഒന്നുകൂടെ പറ. ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. ഒന്നുകൂടെ പറഞ്ഞേ. ആ ചോദ്യം ഒന്നുകൂടെ ചോദിച്ചേ. Do you enjoy spicy food? Yes, I do, especially on cold days. Okay, especially on cold days. Especially on cold days. Clear അല്ലേ? ഓക്കെ. നീ കേൾക്കുന്നുണ്ടോ? ബാക്കിയുള്ള കേൾക്കുന്നുണ്ടോ? അടുത്ത അവിടെ ചോദിക്കാം. ഓക്കെ. അമലക്ക് അമല അവിടെ ഉണ്ടോ? അമല ഉണ്ട്. ഓക്കെ. അമല ക്വസ്റ്റ്യൻ ചോദിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോ. അമയ അവിടെ ഉണ്ടോ? അമയ ഉണ്ട്. ഓക്കെ. അമയ ആൻസർ പറഞ്ഞു. അമല ക്വസ്റ്റ്യൻ ചോദിച്ചോ. അമയ ആൻസർ പറഞ്ഞു കേട്ടോ. ഓക്കെ. Fast food standards like KFC or Mr. Don. അല്ല ആദ്യത്തെ ചോദിച്ചേ. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേ. ആ ചോദ്യം ചോദിച്ചാൽ മതി. അമല ആദ്യത്തെ. ഓക്കെ. Friendly to you. ഓക്കെ. ഒന്നുകൂടെ ചോദിച്ചേ. Are the surveys there friendly to you? Okay. Are the surveys there friendly to you? അങ്ങനെ കേട്ടോ. Are the surveys there friendly to you? അമ്മയെ ആൻസർ പറഞ്ഞു. Yes.
There, most of them are really helpful. ഓക്കെ, അപ്പൊ അതൊന്നുകൂടെ പറ. അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ടല്ലോ. Yes, they are. Ah. Most of them are really helpful. ഓക്കെ, അപ്പൊ അതെങ്ങനെ പറയണ്ടേ? ഇപ്പൊ ആർ ദി സർവേസ് ദേ ഫ്രണ്ട്ലി ടു യു? ആ ചോദ്യം ചോദിക്കും. നമ്മൾ ചോദ്യം ചോദിക്കും, അങ്ങനെയല്ലേ ചോദിക്കേണ്ടതാണ് അല്ലേ? അപ്പൊ നമ്മൾ ചോദ്യം ചോദിക്കണമെങ്കിൽ പറയാം ആർ ദി സർവേസ് ദേ ഫ്രണ്ട്ലി ടു യു എന്ന് ചോദിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു സ്പീക്കിങ്ങിന്റെ സ്റ്റൈൽ വരണം ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ. അപ്പൊ ആൻസർ പറയുമ്പോൾ യെസ് ദേ ആർ. കണ്ടോ? അപ്പൊ അമ്മയെ ആൻസർ പറഞ്ഞില്ലേ? അപ്പം യെസ് ദേ ആർ, മോസ്റ്റ് ഓഫ് ദം ആർ റിയലി ഹെൽപ്ഫുൾ. കണ്ടോ? അപ്പൊ നമുക്കൊരു സ്പീക്കിങ്ങിന്റെ സ്റ്റൈല് കിട്ടണം. കിട്ടിയോ? ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കാം. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്നുകൂടെ പറഞ്ഞേ. അടുത്ത ചോദ്യം ചോദിക്കാം. അമല, അടുത്ത ചോദ്യം ചോദിച്ചോ. Have you ever tried Italian food? ഓക്കെ, ഹാവ് യു എവർ ട്രൈഡ് ഇറ്റാലിയൻ ഫുഡ്? ഒന്നുകൂടെ ചോദിക്കാം. Have you ever tried Italian food? ഇറ്റാലിയൻ ഫുഡ് കേട്ടോ. ഇറ്റാലിയൻ ഫുഡ്. ഹാവ് യു എവർ ട്രൈഡ് ഇറ്റാലിയൻ ഫുഡ്? ഓക്കെ, അമയ ആൻസർ പറയാം. Yes, at last once when I was in my friend's wedding party. ഓക്കെ, അപ്പം യെസ് അറ്റ് ലാസ്റ്റ് എന്നാണോ? അല്ല, യെസ് അറ്റ് ലീസ്റ്റ് വൺസ്. അറ്റ് ലീസ്റ്റ് എന്നാണ് കേട്ടോ, ലാസ്റ്റ് എന്നല്ല. അറ്റ് ലീസ്റ്റ് വൺസ് when I was in my friend's wedding party. വെഡിങ് പാർട്ടി അങ്ങനെ തന്നെ വേണം. അപ്പൊ ഹാവ് യു എവർ ട്രൈഡ് ഇറ്റാലിയൻ ഫുഡ് അങ്ങനെ ചോദിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യേണ്ടത്? യെസ് അറ്റ് ലീസ്റ്റ് വൺസ് when I was in my friend's wedding party. കേട്ടോ? അങ്ങനെ. ഓക്കെ, ഞാൻ അടുത്ത അവിടെ ചോദിക്കാം. ഓക്കെ, ഏഞ്ചൽ ഉണ്ടോ? ഒന്നും കാണുന്നില്ല. ഏഞ്ചലിൽ ഒന്നും കാണുന്നില്ലേ? ഇല്ല. അതെന്താ? ഓക്കെ, അപർണയ്ക്കോ? അപർണ കാണാം സാർ. ഓക്കെ, അപർണ അടുത്ത ചോദ്യം ചോദിക്കണം. അതിന്റെ ആൻസർ അർജുൻ പറയില്ല. അർജുൻ കാണത്തില്ലേ? അർജുൻ ഒന്നും മിണ്ടല്ലോ. ഓക്കെ, കാണാമോ? കാണാം സാർ. ഓക്കെ, അപ്പം അപർണ ചോദ്യം ചോദിച്ചോ, ആര്യനന്ദ ആൻസർ പറഞ്ഞു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ Are you concerned about? Concerned about? Are you concerned about calories? Are you concerned about calories when eating out? Okay. Yes, I am. Yes, I am. Yes, I am. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല. അപ്പം yes, I am. Yes, I am. I am on diet. I am on diet. Diet now. So this really matters to me. Okay, അതൊന്നുകൂടെ പറഞ്ഞേ രണ്ടുപേരും. Yes. അപ്പം ഞാൻ ഒറ്റ മിനിറ്റ് ആയില്ല. അപ്പം രണ്ടുപേരും ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ചോദിച്ചിട്ട് ആൻസർ പറഞ്ഞാൽ മതി. അപ്പം are you concerned about calories when eating out? ചോദ്യം ചോദിക്കും. അപ്പൊ ആൻസർ yes, I am. I am on diet now. So this really matters to me. കണ്ടോ? അപ്പം this really matters to me. അപ്പൊ I am on diet എന്നാട്ടോ. I am on diet now. So this really matters to me. അതിന് ക്വസ്റ്റ്യൻ are you concerned എന്നാണ്. Concerned about calories when eating out. ഓക്കെ, ആരൊക്കെയായിരുന്നു ചോദ്യം ചോദിച്ചേ? Are you concerned about calories when eating out? Yes, I am. I am on diet now. So this really I am on
diet now. That's now. Hello. So, yes, I am no diet now. So it's really matters to me. Okay. അപ്പൊ ഞാനല്ലേ എങ്ങനെ ചോദ്യം ചോദിച്ചാൽ ആൻസർ പറയുന്നത്? Are you concerned about calories when eating out? അപ്പൊ ആൻസർ പറയുന്നത് yes, I am. I am on diet now. So this really matters to me. നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ ആൻസർ പറയുമ്പോ എങ്ങനെയാണ്? നമ്മൾ അങ്ങനെ പറയണം. നമ്മൾ ഒരാളുടെ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെയല്ല പറയേണ്ടത് അല്ലേ? ചോദ്യവും ഉത്തരവും ഒരേപോലെ ആൻ പറ്റുമോ? ഇല്ല. അപ്പൊ ചോദ്യം ചോദിക്കുമ്പോ ഒരാൾ ചോദിക്കുമ്പോ ഒക്കെ മനസ്സിലാകണ്ടേ ചോദ്യമാണ്. അപ്പൊ ഉത്തരം പറയുമ്പോഴും അങ്ങനെ തന്നെ പറയണം. അപ്പൊ ആർ യു കൺസേൺ അബൌട്ട് കലോറീസ് വെൻ ഈറ്റിംഗ് ഔട്ട്? യെസ്, ഐ ആം ഓൺ ഡയറ്റ് നൗ. സോ ദിസ് ഈസ് റിയലി മാറ്റേഴ്സ് ടു മീ. അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞു പഠിക്കണം കേട്ടോ. അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം. ഓക്കെ, അടുത്ത നോക്കാലോ. ഓക്കെ, അവന്തിക, ആവണി രണ്ടുപേരും ഉണ്ടോ? ആവണി, ആവണി. ഓക്കെ, ആവണി ആൻഡ് അവന്തിക. നിങ്ങൾക്ക് കേൾക്കത്തില്ലേ? കാണത്തില്ലേ സ്ക്രീൻ? കാണാം. ഓക്കെ, ആവണി ഉണ്ട്. അവന്തിക ഉണ്ടോ? ഹലോ, ഇല്ല. കാണാവോ? സ്ക്രീൻ കാണാവോ? കാണാം. ഓക്കെ, അപ്പം ചോദ്യം ചോദിച്ചോ. ഫസ്റ്റ് മുതലാണോ? ഇല്ല, നമ്മൾ ഇപ്പൊ എവിടെ എത്തി? ആർ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സ് കണ്ടോ? മൂന്നാമത്തെ ചോദ്യം. 1, 2, മൂന്നാമത്തെ ആർ ഫാസ്റ്റ് ഫുഡ് എന്ന് കണ്ടോ? അവിടെ തൊട്ട് ആ ചോദ്യം ചോദിച്ചാൽ മതി. ഇല്ല, കുഴപ്പമില്ല. ആദ്യം ചോദിച്ചു. ഓക്കെ, ചോദിച്ചു. Are the servers there friendly to you? ഓക്കെ, ഇത് ചോദിച്ചത് ഇപ്പൊ ആവണിയല്ലേ? അപ്പൊ ചോദിച്ചാൽ അവന്തിക. അപ്പൊ ആവണി എന്ത് ചെയ്യും? ഉണ്ടോ? ഓക്കെ, അതിന്റെ ആൻസർ പറഞ്ഞേ. Yes, they are most of them really helpful. ഓക്കെ, അത് രണ്ടുപേരും ഒന്നും കൂടെ പറ. ആദ്യം ഒന്നുകൂടി ചോദിക്കേ. അവന്തിക ഒന്നുകൂടി ചോദിച്ചേ. Are the servers there friendly to you? Yes, they are most of them really helpful. Most of them are helpful. Really helpful. അപ്പൊ ആറ് പറയണ്ടേ? മോസ്റ്റ് ഓഫ് ദം റിയലി ഹെൽപ്ഫുൾ അല്ല, മോസ്റ്റ് ഓഫ് ദം ആർ റിയലി ഹെൽപ്ഫുൾ. അപ്പൊ ആദ്യം ആരാ? അവണി പറഞ്ഞപ്പോ യെസ് ദേ ആർ മോസ്റ്റ് ഓഫ് ദം പറഞ്ഞു. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ലേ? യെസ് ദേ ആർ മോസ്റ്റ് ഓഫ് ദം ആർ റിയലി ഹെൽപ്ഫുൾ. ഓക്കെ, അടുത്ത ചോദ്യം രണ്ടു ഒന്നുകൂടി ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. Have you ever eaten food? Okay. Yes. Have you? Last once when I was in my friend's wedding party. ഓക്കെ, അപ്പം അത് അറ്റ് ലാസ്റ്റ് എന്നാണോ? അറ്റ് ലീസ്റ്റ്. അറ്റ് ലീസ്റ്റ് കണ്ടോ? അപ്പൊ അത് നോക്കിയിട്ട് വായിക്കണം, കുഴപ്പമില്ല. അപ്പൊ ഹാവ് യു എവർ ട്രൈഡ് ഇറ്റാലിയൻ ഫുഡ് അങ്ങനെ ചോദിക്കും. അപ്പം യെസ്, അറ്റ് ലീസ്റ്റ് വൺസ് when I was in my friend's wedding party. അതൊന്നുകൂടി ചോദിച്ചു, ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നുകൂടി ചോദിച്ചേ, സെയിം ക്വസ്റ്റ്യൻ. Have you ever tried Italian food? Yes, at least once when I was in my friend's wedding party. Okay, at least once എന്നല്ല, at least once. അത് ഒരുമിച്ച് തന്നെ പറഞ്ഞു കേട്ടോ. Yes, at least once. അത് ബാക്കി വേണം. ഓക്കെ, ഇനി ആരോട് ചോദിക്കാന്ന്? ദർശക്, സ്ക്രീൻ കാണാമോ? ദർശക് കാണാം. ഓക്കെ, ദർശക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോ. ദേവരാജ് ആൻസർ പറഞ്ഞു കേട്ടോ. ദേവരാജ് സ്ക്രീൻ കാണത്തില്ലേ?
Devaraj? Illa. Okay. Divya Lakshmi? So, Diya Lakshmi? Okay. Diya Lakshmi കാണത്തില്ലേ? Yes, sir. Okay. അപ്പൊ ദർശക അടുത്ത ചോദ്യം ചോദിച്ചേ. How often do you read books? I read book almost every night before I go to bed. Okay. അത് ഒന്നുകൂടി ചോദിക്കും. How I often, read അല്ല ചോദ്യം ചോദിക്കടാ, വെയിറ്റ് ചെയ്യേ. ചോദ്യം ചോദിക്കും. ഓക്കെ. ക്വസ്റ്റ്യൻ how ചോദിച്ചേ. often do you read books? ഓക്കെ. I read book almost every night before I go to bed. ഓക്കെ. അപ്പൊ അത് ഐ റീഡ് ബുക്ക് എന്നാണോ? ഐ റീഡ് ബുക്സ് അല്ലേ? I read books almost every night before I go to bed. Okay, but how often do you read books? Sir, I read books. എന്തോ? ദേവരാജ് എന്ന് പറയുന്ന നമ്മുടെ സാറാ. ആണോ? സോറി കേട്ടോ. അപ്പൊ എനിക്ക് ഞാൻ അവിടെ പേര് കണ്ടോണ്ട് ഞാൻ ചോദിച്ചതല്ലോ. ഓക്കെ. കുഴപ്പമില്ല. Then okay, അടുത്ത ചോദ്യം ചോദിക്കേ. What's your favorite type of book? I love reading about different Cultures. cultures. Okay, cultures. അപ്പൊ ഒന്നുകൂടി ചോദിക്കേ. I love reading about ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. What's your favorite type of book? Okay, very good. I love reading about different cultures. Okay, very good. Okay, അടുത്ത ആളെ ചോദിക്കാലോ. Okay, Ebin George. Ebin സ്ക്രീൻ കാണാവോ? ഇല്ല. ഓക്കെ. ജിബിൻ. ഓക്കെ. ജിബിൻ സ്ക്രീൻ കാണാവോ? കാണത്തില്ല. ഓക്കെ. അപ്പൊ ജിബിൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോ. പിന്നെ ജോയൽ ജോൺസൺ. അതിന്റെ ആൻസർ ജോയൽ ജോൺസൺ കാണത്തില്ലേ? കാണാം സാർ. ഓക്കെ, ജോയൽ ജോൺസൺ അതിന്റെ ആൻസർ പറഞ്ഞു കേട്ടോ. ജിബിൻ ക്വസ്റ്റ്യൻ ചോദിച്ചോ, ജോയൽ ആൻസർ പറഞ്ഞു. ഓക്കെ, കണ്ടിട്ടോ? ഒന്നുകൂടി ചോദിച്ചോ. Often do you read books? സാറേ കേട്ടില്ല. ഒന്നുകൂടി ചോദിക്കാം. കേട്ടില്ല. ജോയൽ കേട്ടില്ല. Do you read books? Okay. I read books almost every night before I go to bed. Very good. Okay. അടുത്ത ക്വസ്റ്റ്യൻ. Favorite types of book? I love reading about different cultures. Okay. I love reading about different cultures. Okay. What can you learn from books? Books can broaden my horizon about thousands of things around the world. And books are also my best friend. Okay. അതൊന്നുകൂടി പറഞ്ഞേ. ഒന്നുകൂടി ചോദിക്കാം. സെയിം ക്വസ്റ്റ്യൻ. What can you learn from books? Okay. Books can my horizon about thousands of things around the world, and books are also my best friend. Okay, അത് ശ്രദ്ധിക്കണം. ഞാൻ ഒന്ന് പറയാം. What can you learn from books? Books can broaden my horizon about thousands of things around the world, and books are also my best friends. അങ്ങനെ പറയണം കേട്ടോ. ബ്രോഡൻ ആണ് കേട്ടോ. BROADEN. അപ്പം books can broaden my horizon about thousands of things around the world. അപ്പൊ അതിങ്ങനെ ഒരുമിച്ച് വേണം. Around the world. Thousands of things around the world, and books are also my best friends. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് അങ്ങനെയാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നത് അങ്ങനെയാണ്.
അപ്പൊ നമ്മൾ അതിന് തന്നെ പറഞ്ഞു പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ, നിങ്ങൾ തന്നെ വായിച്ചോ. Where do you read books? I read books at home, sometimes in the library. Okay, so where do you read books? I read books at home, sometimes in the library. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു നിർത്തണം. ഓക്കെ ഓക്കെ, ഞാൻ അടുത്തവരോട് ചോദിക്കാം. ആരാ? കാശിനാഥ്. കാശിനാഥ്. Yes, sir. ഓക്കെ, കാശിനാഥ് ക്വസ്റ്റ്യൻ ചോദിച്ചോ. കാശിനാഥ് ക്വസ്റ്റ്യൻ ചോദിച്ചോ. Sare, എന്തോ ആയന്തോട് ചോദിച്ചോ. ആയന്തോട് ചോദിച്ചോ. കാശിനാഥ് ആയന്തോട് ചോദിച്ചോ. പിന്നെ നിവേദ്യ എവിടെ ഉണ്ടോ? നിവേദ്യ. ഓക്കെ, നിവേദ്യ ആൻസർ പറഞ്ഞോ. ഓക്കെ. what's the most interesting book you have ever read? അതല്ല, ഒന്നുകൂടി ചോദിച്ചേ. ദ ഇൻട്രസ്റ്റിംഗ് ബുക്ക് യു ഹാവ് എവർ റെഡ്. Most interesting book you have ever read? Ever read. Ever read? Okay. I think that would be Nepal, a book written about the country of Nepal, published in 1999. Okay, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. I think that would be Nepal, a book. അടുത്ത വേർഡ് എന്താ? Written, a book written about the country of Nepal, published in 1999. അതൊന്നുകൂടെ ചോദിച്ചു, ഒന്നുകൂടെ പറഞ്ഞേ നിങ്ങള് രണ്ടുപേരും. സാറേ ഒന്നും കൂടെ ചോദ്യം ചോദിക്കാനാ? ഒന്നുകൂടെ ചോദിച്ചു. അതേ ചോദ്യം കൂടെ ചോദിച്ചു. What's the most interesting book you have ever read? ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളെ സ്റ്റൈൽ വേണ്ട അങ്ങനെ. അപ്പൊ വാട്ട് ഈസ് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ബുക്ക് യു ഹാവ് എവർ റെഡ്, അങ്ങനെ ചോദിക്കാം കേട്ടോ. ഓക്കെ, ആൻസർ പറഞ്ഞോ. I think that would be Nepal, a book written about the country of Nepal, published in 1999. Okay, so I think that would be Nepal, a book written about the country of Nepal, published in 1999. Okay, അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറ. How long does it take you to finish a book? Okay, how long does it take you to finish a book? Okay. Well, it depends on the length of the book, but it usually takes me a week to finish a 300-page book. Okay, അപ്പം വീക്ക് എന്ന് പറയുന്നത് it takes me a week to finish a 300-page book. നമ്മൾ ഇങ്ങനെ ഒത്തിരി സ്ട്രെസ് ചെയ്ത് പറയണ്ട, വീക്ക് എന്ന് പറയണ്ട, വീക്ക്. അപ്പം ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് യു ടു ഫിനിഷ് എ ബുക്ക് എന്ന് ചോദിച്ചിരിക്കുക. അപ്പൊ നമ്മൾ പറയണം ഒരു ബുക്ക് വായിച്ചു തീർക്കാൻ എത്ര സമയം എടുക്കും ചോദിക്കുന്നത് അല്ലെ. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് യു ടു ഫിനിഷ് എ ബുക്ക്. അപ്പം നമ്മൾ പറയണം വെൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലെങ്ത് ഓഫ് ദി ബുക്ക്, ബട്ട് ഇറ്റ് യൂഷ്വലി ടേക്സ് മീ എ വീക്ക് ടു ഫിനിഷ് എ 300-page ബുക്ക്. അങ്ങനെ പറയാം. ഓക്കെ, ഞാൻ അടുത്ത അവിടെ ചോദിക്കാം. ഓക്കെ, പ്രജ്വൽ, പ്രണവ് രണ്ടുപേരും ഉണ്ടോ? പ്രജ്വൽ, പ്രണവ്. ഓക്കെ, അപ്പം പ്രജ്വല് ക്വസ്റ്റ്യൻ ചോദിച്ചോ, പ്രണവ് ആൻസർ പറഞ്ഞു കേട്ടോ. പ്രജ്വല് ക്വസ്റ്റ്യൻ ചോദിച്ചോ. എന്തോ അല്ല, അടുത്ത ചോദ്യം പറ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഡു യു യൂഷ്വലി ബ്രിങ് ബുക്സ് വിത്ത് യു വെൻ യു ട്രാവൽ? ആ ചോദ്യം. Do you usually bring books with you when you travel? Yes, I do. When I'm at the airport or bus station, I read books to kill time. Okay, ഒന്നുകൂടെ പറഞ്ഞേ രണ്ടുപേരും. ഒന്നുകൂടെ ചോദിക്കും. ഞാൻ പറയാം. Do you usually bring books with you when you travel? അങ്ങനെ ചോദിക്കുവാണ്. Yes, I do. When I am at the airport or bus station, I read books to kill time. രണ്ടുപേരും ഒന്നുകൂടെ പറ. രണ്ടുപേരും ചോദിച്ചേ.
Do you usually bring books with you when you travel? Do you usually bring books with you when you travel? Do you usually bring books with you when you travel? കേട്ടോ അപ്പം ആൻസർ പറഞ്ഞോ. Yes, I do. When I'm at the airport or bus station, I read books to kill time. ഓക്കെ ഒത്തിരി സ്പീഡിൽ പറയണ്ട, പതുക്കെ പറഞ്ഞാൽ മതി. യെസ് ഐ ഡു. വെൻ ഐ ആം അറ്റ് ദി എയർപോർട്ട് ഓർ ബസ് സ്റ്റേഷൻ ഐ റീഡ് ബുക്സ് ടു കിൽ ടൈം. നമ്മൾ ഒത്തിരി സ്പീഡിൽ പറയുന്നത് നമുക്ക് മൊത്തം തെറ്റും അല്ലെ. ഭയങ്കര പതുക്കേം പറയണ്ട, നമ്മൾ കറക്റ്റ് ഒരു സ്പീഡിൽ പറയുവാണെങ്കിൽ ഇപ്പം നല്ലപോലെ പറയാൻ പറ്റും കേട്ടോ. അതാണ് ലാംഗ്വേജ്. When I am at the airport or bus station, I read books to kill time. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയില്ലേ, കുറച്ച് നല്ലത് പറയാൻ പറ്റുന്നില്ലേ. നമ്മൾ ഒത്തിരി പെട്ടെന്ന് നോക്കി വായിക്കുമ്പോൾ ഭയങ്കര സ്പീഡിൽ വായിക്കും, പക്ഷെ അങ്ങനെ വായിച്ചപ്പോൾ ശരിക്കും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റൂല കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്ത ദിവസം നിങ്ങൾ തന്നെ വായിച്ചോ, പറഞ്ഞോ. Is there any bookstore or library in your area? Unfortunately, there are none nearby house. The nearest one is 3 kilometers away. ഓക്കെ, അപ്പം ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ നമുക്ക് സ്റ്റൈലിൽ വരണ്ടേ. ഈസ് ദർ എനി ബുക്ക് സ്റ്റോർ ഓർ ലൈബ്രറി ഇൻ യുവർ ഏരിയ, അങ്ങനെ ചോദിക്കണം കേട്ടോ. അപ്പം ആ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റൈൽ വരും. അപ്പം ഈസ് ദർ എനി ബുക്ക് സ്റ്റോർ ഓർ ലൈബ്രറി ഇൻ യുവർ ഏരിയ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി there are none near my house. The nearest one is 3 kilometers away. ആ രണ്ടുപേരും കൂടെ പറഞ്ഞത്. Is there any bookstore or library in your area? Okay, very good. Unfortunately, there are none nearby house. The nearest one is 3 kilometers away. Okay, very good. അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ. ഞാൻ അടുത്തോട് ചോദിക്കാം. ഇനി ആരാ പറയാനുള്ള? ഓക്കെ, റോസ്മരിയ ശിവാനന്ദ്. റോസ്മരിയ കാണാവോ? കാണാം സാർ. ഓക്കെ, ശിവാനന്ദ് കാണാം സാർ. ഓക്കെ, റോസ്മരിയ ക്വസ്റ്റ്യൻ ചോദിച്ചോ, ശിവാനന്ദ് ആൻസർ പറഞ്ഞു. How many places have you traveled to? ഓക്കെ, നമ്മൾ ട്രാവലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ട്രാവലിംഗ്, യാത്രയെ കുറിച്ച്. അപ്പൊ ഒന്നുകൂടി ചോദിക്കും. How many places have you traveled to? Travel അല്ല, how many places have you traveled to? Traveled എന്ന് പറയണ്ട, how many places have you traveled to കേട്ടോ. ഓക്കെ, How many places have you traveled to? വെരി ഗുഡ്. ഓക്കെ, ആൻസർ പറഞ്ഞോ. IV ഐ വി അല്ല, ഐ ഹാവ്. ഐ വി എന്നല്ല, അത് ഷോർട്ട് ഫോമിൽ എഴുതിയാണ്. ഐ ഹാവ് visited all the provinces throughout throughout my country. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. സാർ പറഞ്ഞ നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ. ഹൗ മെനി പ്ലേസസ് ഹാവ് യു ട്രാവൽ ടു? ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ എത്ര പ്ലേസ് പോകുന്നത്? അപ്പൊ എന്റെ ആൻസർ ആണ് ഐ ഹാവ് വിസിറ്റഡ് ഓൾ ദി പ്രൊവിൻസസ് throughout my country. അപ്പൊ provinces na കേട്ടോ, provinces throughout my country. അപ്പൊ I have visited all the provinces throughout my country. അപ്പൊ ഒന്നുകൂടി ചോദിച്ചു പറഞ്ഞേ. How many places have you traveled to? I have visited all the provinces throughout my country. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ പറഞ്ഞു. Who do you usually go with? അപ്പൊ അത് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ചോദിക്കണ്ടേ. അപ്പൊ എങ്ങനെ ചോദിക്കുക? Who do you usually go with? അങ്ങനെ ചോദിക്കാം. അപ്പൊ നമ്മൾ ചോദ്യം ആകത്തുള്ളൂ, അല്ലെ വെറുതെ നമ്മൾ പറയുന്നത്. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോ എങ്ങനെയാണോ അല്ലല്ലോ. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോ നമുക്ക് സ്റ്റൈൽ വരണ്ടേ. Who do you usually go with? അങ്ങനെ ചോദിക്കാം. ഒന്നുകൂടി ചോദിച്ചേ. Who do you usually go with? വെരി ഗുഡ്. I often go with my family, sometimes with my best friends. ഓക്കെ, അപ്പൊ എങ്ങനെയാ? I often go with my family, sometimes with my best friends. ഓക്കെ, അതൊന്നും ഒന്നുകൂടെ പറയാം.
Who do you usually go with? Who do you usually go with? കേട്ടോ usually എന്നാണ് കേട്ടോ. Who do Who you do you usually usually go with? very good, very good. I often go with my family. Sometimes with my best friends. Very good. Sometimes with my best friends. കേട്ടോ. അപ്പൊ വിത്ത് എന്നൊന്നും നമ്മൾ പറയണ്ട, നമ്മളിങ്ങനെ പതുക്കെ പ്രൊനൗൺസ് ചെയ്താൽ മതി. I often go with my family. Sometimes with my best friends. ഇങ്ങനെ വിത്ത് എന്നൊന്നും നമ്മൾ പറയണ്ട കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. Sometimes with my best friends. ഓക്കെ, ഞാൻ അടുത്തവിടെ ചോദിക്കാലോ. ഓക്കെ, ശ്രേയസ് ഉണ്ടോ? ശ്രേയസ്? ഉണ്ട് സർ. യെസ്, ഓക്കെ. ശ്രേയസ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോ. ശ്രീലക്ഷ്മി കാണാവോ? ശ്രീലക്ഷ്മി കാണുന്നില്ല. സാറിനെ കാണുന്നില്ല, സ്ക്രീനും കാണുന്നില്ല. ഓക്കെ, നോക്കാലോ. കാണത്തില്ല. ഓക്കെ, അപ്പൊ ഇനി ഇതിലാ പറയാത്തുള്ളേ? ഇനി പറയാത്തുള്ളേ നക്ഷത്ര. നക്ഷത്ര പറഞ്ഞില്ല. അത് വേറെ നക്ഷത്രം, ഇത് വേറെ നക്ഷത്രം. ആണോ? ഇത് വേറെ നക്ഷത്രം. അപ്പം പറയാത്ത നക്ഷത്ര ഇപ്പൊ പറഞ്ഞോ കേട്ടോ. ഓക്കെ, അപ്പം ആരാ ചോദ്യം ചോദിക്കുന്നത്? ആരോടാ പറഞ്ഞ? ശ്രേയസ് ചോദ്യം ചോദിച്ചോ, നക്ഷത്ര ആൻസർ പറഞ്ഞു. What's your favorite tourist attraction? I have visited all provinces throughout my country. ഓക്കെ, 1 സെക്കൻഡ്. നിങ്ങളിപ്പോ ഏതാ ചോദിച്ചേ? അല്ല, ഏത് ചോദിച്ച? ഒറ്റ മിനിറ്റ്. ഓക്കെ, ഫൈൻ. നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കാം. അടുത്ത സെഷൻ ഇത് ചോദിച്ചോ, ഇവിടെ ചോദിച്ചോ. ശ്രേയസ് ചോദിച്ചോ. What do you usually do during your trip? Okay, what do you usually do during your trip? കേട്ടോ, during your trip. ആ പ്രൊനൗൺസിയേഷൻ ശരിക്കും ശ്രദ്ധിക്കണം. ഒന്നുകൂടെ പറഞ്ഞേ. What do you usually do during your trip? Okay, very good. I often go sightseeing, take pictures, mingle with the local pupils, and sample the local cuisines. അപ്പൊ ലോക്കൽ പീപ്പിൾസ് എന്നുണ്ടോ? Pupil. ലോക്കൽ പീപ്പിൾ എന്ന് പറയാം കേട്ടോ. പീപ്പിൾസ് എന്ന് പറയുമല്ലോ, ലോക്കൽ പീപ്പിൾ. ഓക്കെ, അത് ഒന്നുകൂടെ ചോദിച്ചു. രണ്ടുപേരും ഒന്നുകൂടെ ചോദിച്ചു, ഒന്നുകൂടെ പറ. What do you usually do during your trip? Very good. I often go sightseeing, take pictures, mingle with the local pupil, and sample the local cuisine. ഓക്കെ, പ്യൂപ്പിൾ എന്നല്ല, ലോക്കൽ പീപ്പിൾ കേട്ടോ. പ്യൂപ്പിൾ എന്ന് പറയുമ്പോ എങ്ങനെയാണ്? നിങ്ങളെ സ്റ്റുഡൻസ് അല്ലേ? ലോക്കൽ പീപ്പിൾ കേട്ടോ. രണ്ടും ഡിഫറെന്റ് ആണ്. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ PUP അല്ല, അപ്പൊ ഇത് PEO PLE അല്ലേ? ലോക്കൽ പീപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറ. What do you do to prepare for your trip? Before the trip, I search for information about the location, weather, famous tourism attraction, transportation, local cuisine, and prints on the internet. Prices on the internet. Prices. Okay, last is that. Prices on the internet. Okay, അത് ഒന്നുകൂടെ പറയാൻ വരും. What do you do to prepare for your trip? Before the trip, I search for information about the location, weather, famous tourist attractions, transportation, local cuisines, and prices on the internet. Very good. Prices on the internet. കേട്ടോ, അത് നോക്കി വായിച്ചാൽ മതി. അതൊക്കെ നമ്മൾ നോക്കി വായിച്ചാൽ മതി. നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ വായിക്കുമ്പോൾ ഏത് വേർഡ് കാണുമ്പോഴും അത് നോക്കി കറക്റ്റ് ആയിട്ട് വായിച്ചാൽ മതി. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇനി ആരാ വായിക്കാനുള്ള പറയാനുള്ള? ഞാൻ പേര് വിളിക്കാത്ത ആരെങ്കിലും? ആരാ? ജിതിൻ ബി തങ്കച്ചൻ. ജിതിൻ ബി തങ്കച്ചൻ ക്വസ്റ്റ്യൻ പറഞ്ഞോ. ആരാ ആൻസർ പറയാനുള്ള? പറയാത്ത സ്ക്രീൻ കാണുന്നതെങ്കിലും പറയാത്ത? ആവണി ബിജു. ആവണി ബിജു ആൻസർ പറഞ്ഞില്ല. ഇല്ല.
ആ എന്നാ ആവണി ബിജു ആൻസർ പറഞ്ഞോ. ജിതിൻ ക്വസ്റ്റ്യൻ പറഞ്ഞോ, ആവണി ആൻസർ പറഞ്ഞു. What do you usually bring when you travel? ആൻസർ പറഞ്ഞോ ആവണി ബിജു. അവണി പോയോ? അവണി ഓക്കെ, അവണി പേര് പറഞ്ഞിട്ട് അവണി മുങ്ങിയോ? ഓക്കെ, വേറെ ആരെ പറയാത്തുള്ളേ? ബാക്കി ഞാൻ പറഞ്ഞ ഓക്കെ, എങ്കിൽ ഞാൻ ഒന്നുകൂടി ചോദിക്കാം. നിങ്ങൾ ഒന്നുകൂടെ പറയാം. ബാക്കി എല്ലാവരും പറഞ്ഞാണോ? എബിൻ ജോർജ് റോയ്. ആരാ? എബിൻ ജോർജ് റോയ്. ഓക്കെ, എബിൻ ജോർജ്. എബിൻ ജോർജ് ആൻസർ പറഞ്ഞോ. പോരെ, ആ ചോദ്യം ഒന്നുകൂടി ചോദിച്ചോ. What do you usually bring when you travel? എബിൻ ആൻസർ പറഞ്ഞോ. ജിതിൻ ചോദ്യം ചോദിക്കുമ്പോ ആൻസർ പറയാൻ ആരുമില്ല. ജിതിന്റെ ചോദ്യം കേട്ടപ്പോ എല്ലാവരും പോയോ? നോയൽ പറഞ്ഞില്ല. പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. I usually pack my suitcase with some necessary items such as clothes, medicine, food, a map, and a camera. ഓക്കെ, അതേ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചോദിക്കാം. പതുക്കെ പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾ തിരക്കടിച്ചു വേണ്ട, പതുക്കെ പറഞ്ഞാൽ മതി. ഇപ്പൊ വാട്ട് ഡു യു യൂഷ്വലി ബ്രിങ് വെൻ യു ട്രാവൽ? ആൻസർ പറയുമ്പോൾ I usually pack my suitcase with some necessary items such as clothes, medicine, food, a map, and a camera. കണ്ടോ, അപ്പൊ ഇത് ഭയങ്കര സ്പീഡില് ക്ലോത്ത്സ്, മെഡിസിൻ, ഫുഡ്, മാപ്പ്, ക്യാമറ അങ്ങനെ പറയണ്ട. അതൊക്കെ നിർത്തി പറഞ്ഞു. അപ്പൊ ക്ലിയർ ആയിട്ട് പറയത്തില്ലേ? ഓക്കെ, ഒന്നുകൂടി ചോദിച്ചോ. What do you usually bring when you travel? I usually pack my suitcase with some necessary items such as clothes, medicine, food, a map, and a camera. Very good. Next question. Do you prefer traveling by car, train, or plane? Okay, wait. Do you പറഞ്ഞോ? ജിതിനെ ചോദിച്ചോ. ജിതിനെ ക്വസ്റ്റ്യൻ ചോദിച്ചോ. Do you prefer traveling by car, train, or plane? Okay, അത് ക്വസ്റ്റ്യൻ ഡു യു പ്രിഫർ കേട്ടോ. ഡു യു പ്രിഫർ കേട്ടോ, അത് അങ്ങനെ തന്നെ പ്രൊനൗൺസ് ചെയ്യണം. എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണ്ടേ? പ്രിഫർ. ഡു യു പ്രിഫർ traveling by car, train, or a plane? Okay, answer പറഞ്ഞോ. I prefer plane, although it can be a little expensive. Planes are much faster than any other mode of transport. Okay, അവിടെ അതിന് നോയെങ്കിൽ I prefer planes, all through എന്നല്ല, although കേട്ടോ. Although കേട്ടോ, നോക്കണേ, നോക്കി വായിക്കണം. I prefer planes although it can be little expensive. കണ്ടോ, അങ്ങനെ വായിക്കണം. നമ്മൾ ആൻസർ പറയുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു വായിക്കണം. I prefer planes although it can be little expensive. Planes are much faster than any other mode of transport. Clear ആയോ? രണ്ടുപേരും കൂടെ പറഞ്ഞത്. Do you prefer traveling by car, train, or plane? Okay, do you prefer? പറഞ്ഞോ. I prefer planes, although it can be a little expensive. Planes are much faster than any other mode on transport. Okay, mode of transport. Okay, next question. Do you prefer traveling alone or joining a guided tour? Okay, joining a guided tour. Guided tour. അപ്പൊ guided എന്ന് പറഞ്ഞിരിക്കുന്നത് ഗൈഡില് joining a guided tour. അപ്പൊ do you prefer traveling alone or joining a guided tour? ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടം, അതോ പോകുന്നോ, അതോ ഇങ്ങനെ ടൂറിസ്റ്റ് ഗൈഡ് ഒക്കെ ഉള്ള ട്രാവൽ ചെയ്യാൻ പോകാൻ ഇഷ്ടം? Okay, fine. Answer I love backpacking with my friends who share the same interests as me. Very good.
I love backpacking with my friends who share the same interests as me. ആൻസർ പറയുമ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഡു യു പ്രിഫർ ട്രാവലിംഗ് എലോൺ ഓർ ജോയിനിങ് എ ഗൈഡഡ് ടൂർ? അപ്പൊ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ ചോദിക്കണം നമ്മുടെ ചോദ്യത്തില്. അപ്പം ഐ ലവ് ബാക്ക്പാക്കിംഗ് വിത്ത് മൈ ഫ്രണ്ട്സ് ഹു ഷെയർ ദ സെയിം ഇൻട്രസ്റ്റ് ആസ് മീ. ഓക്കെ, ഇനി ഏതാ പറയാനുള്ളേ? സ്ക്രീൻ കാണുന്നവരും ആരാ പറയാനുള്ളേ? എല്ലാരും പറഞ്ഞോ? പ്രജ്വൽ പറഞ്ഞോ? പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ആരാ? ഞാൻ പേര് വിളിക്കാത്ത ആരൊക്കെ ഉള്ളേ? എല്ലാരും വിളിച്ചോ? ഓക്കെ, ദെൻ ഞാൻ ഒന്നുകൂടെ ചോദിക്കാലോ, സമയമാവുന്നത് നമുക്ക് ഒന്നുകൂടെ ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ പേര് വിളിക്കാം. ഓക്കെ, ജോയൽ. ജോയൽ ആ ചോദ്യം ചോദിച്ചോ? ജോയൽ ചോദ്യം ചോദിച്ചോ? എന്നിട്ട് ആരാ? അവന്തിക ആൻസർ പറഞ്ഞു. അവിടെ ഇല്ലേ? ഓക്കെ, ജോയൽ ചോദിച്ചോ? What type of website do you often search for? Often എന്ന് പറയണ്ട, often എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, what type of websites do you often search for? Okay, fine. പറഞ്ഞോ. It varies depending on my goal. I prefer entertainment and education websites such as Facebook.com, Wikipedia, ORG, and VOA Special English. Okay, അപ്പം it varies കേട്ടോ. അപ്പം it varies depending on my goal. I prefer എന്നല്ല, I prefer കേട്ടോ, ശ്രദ്ധിക്കണം. I prefer entertainment and education websites such as Facebook.com, Wikipedia.org, and VOA Special English. ഒന്നുകൂടി ചോദിച്ചൊന്നുകൂടെ പറഞ്ഞേ. What type of websites do you often search for? Okay. Sir, ഇപ്പോൾ എന്തോ കേട്ടില്ലോ? അത് അറിയാതെ തന്നെ ലെഫ്റ്റ് ആയി പോയായിരുന്നു, അപ്പം സ്ക്രീൻ കാണുന്നില്ലായിരുന്നു. കാണുന്നില്ല. ഓക്കെ, ഞാൻ അടുത്തോട് ചോദിക്കാം. അലൻ. അലൻ ഓക്കെ, അലൻ അതിന്റെ ആൻസർ പറഞ്ഞോ? ഒന്നുകൂടി ചോദ്യം ചോദിച്ചോ? ചോദിച്ചോ? ആദ്യത്തെ ചോദിച്ചോ? ഇവിടെ ഉണ്ട്. വെയിറ്റ്, അടുത്ത ചോദ്യം ചോദിച്ചോ? Can you read websites in English? Yes, I can. Most useful websites are written in English. Yeah, okay. അപ്പൊ ഞാൻ പറയാം, can you read websites in English? ചോദ്യം അങ്ങനെ ചോദിക്കാം. Can you read websites in English? Yes, I can. Most useful websites are written in English. Okay, അടുത്ത question. What's the most popular websites in your country? Okay, I'm not too sure, but I am guess not it would quite be sure. Facebook. Okay, I am not quite sure. ഒന്നുകൂടെ പറ. I'm not quite sure, but I guess it would be Facebook.com. Okay, fine. ഞാൻ അടുത്തോട് ചോദിക്കാലോ? സമയം കഴിയുന്നതിന് മുമ്പ് രണ്ടു ചോദിക്കാലോ? അമേയ. അമേയ. ഓക്കെ, അമേയ ആൻസർ അടുത്ത ചോദ്യം ചോദിച്ചോ? ആരാ? ജിതിൻ ബെന്നി. ജിതിൻ ആൻസർ പറഞ്ഞു കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ചോദിച്ചോ, കുഴപ്പമില്ല, ചോദിച്ചോ. Have you ever been in any traffic
traffic accident. accident. ഒന്നുകൂടെ ചോദിച്ചത്. Have you ever been in any traffic accident? Okay. Yes, there years ago. There അല്ല. Yes, 3 years ago. ഓക്കെ, വെരി ഗുഡ്. നോക്കി ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. അപ്പൊ ചോദിക്കുന്നേ, ഹാവ് യു എവർ ബീൻ ഇൻ എനി ട്രാഫിക് ആക്സിഡന്റ്? അങ്ങനെ ചോദിക്കണം കേട്ടോ മായ. ഹാവ് യു എവർ ബീൻ ഇൻ എനി ട്രാഫിക് ആക്സിഡന്റ്? യെസ്, 3 years ago. യെസ്, 3 years ago. ഒന്നുകൂടി ചോദിച്ചേ. Have you ever been in any traffic accident? ഓക്കെ. Yes, 3 years ago. ഓക്കെ, ഫൈൻ. അടുത്ത ചോദിച്ചോ. What happened? ഓക്കെ. I was while crossing the road. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ. I was hit by a car while crossing the road. Okay, while crossing the road. So what happened? So I was hit by a car while crossing the road. I was hit by a car while crossing the road. Okay. ഞാൻ ഇത് നമുക്ക് ഒരാൾ രണ്ടുപേരും ചോദിച്ചു നോക്കാം. Okay, അർജുൻ. Sir, ഞാൻ Yes. അർജുൻ കാണത്തില്ലേ? അർജുൻ ഇല്ല. ഓക്കെ, നക്ഷത്ര. Yes. എന്തോ പറഞ്ഞോ. ആരാ സാറിന് വിളിച്ചേ? അർജുനാണോ? ഇല്ല. ഓക്കെ, നക്ഷത്ര ചോദ്യം ചോദിച്ചോ. ഞാൻ ഉത്തരം അറിയാം. ആരാ അത്? ഞാൻ പറഞ്ഞാരാ? പേര് പറഞ്ഞോ. ശ്രേയസ്. ഓക്കെ, ശ്രേയസ് ഉത്തരം പറഞ്ഞു. നക്ഷത്ര ചോദ്യം ചോദിച്ചോ. ശ്രേയസ് ഉത്തരം പറഞ്ഞു. വെരി ഗുഡ്. Have you ever been in any traffic accident? Yes, 3 years ago. Okay. What happened? I was hit by a car while crossing the road. Okay. How did you feel then? I felt really terrible because of my injuries. Who Okay. was involved in the accident? The car driver, his family inside the car, and me. Okay. അപ്പൊ അതൊന്നുകൂടെ പറയാം. The car driver, his family inside the car, and me. അതൊന്നുകൂടെ പറയാം. ആ ചോദ്യം ചോദിച്ചോ. Who was involved in the accident? The car driver, his family inside the car, and me. Okay. Did the insurance company pay for repair service? I was walking, so I did not require any car repair service. Okay, very good. ഓക്കെ, അപ്പൊ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായില്ലേ? ക്ലാസ് ചെയ്യേണ്ട സമയമായി. അപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ്? യൂസ്ഫുൾ ആണോ ക്ലാസ്സസ് ഒക്കെ? Yes, sir. Yes, sir. Yes, sir. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ശരിക്കും സ്പീക്കിംഗ് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നവരാ?